PM ആർഷു നമുക്കിപ്പം ചേരുന്നുണ്ട്. ആർഷു സ്ഥലത്തുണ്ടോ, അവിടെയുണ്ടോ? ഇല്ല, അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടില്ല. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് പനയമ്പാടം മേഖല. ഇവിടെ ഈ അടുത്ത് തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടോ, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ ഒരു ദിവസം അവിടെ ഒരു കാർ ആക്സിഡന്റ് 4-5ഓളം ആളുകൾ മരണപ്പെടുന്ന നിലയുണ്ടായി. തൊട്ടപ്പുറത്ത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ ആ സ്കൂളിന്റെ പരിസരത്ത് ഈ അവിടെ ഹൈവേ വികസനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടുത്തെ അപകട സാഹചര്യം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ സ്ഥാപിക്കുന്ന നില ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അമിത വേഗതയിലായിരുന്നു ലോറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് സ്ഥലം അറിയാത്തതിനെ കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഈ ആക്സിഡന്റ് സ്പോട്ടിന് അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ്? അടുത്തുണ്ടോ ഹോസ്പിറ്റല്? അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ പാലക്കാട്ടേക്കും അതേപോലെ തന്നെ മദർ കെയർ ഹോസ്പിറ്റൽ, മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിലേക്കും ഏകദേശം ഒരേ ദൂരമാണുള്ളത്. ഈ മണ്ണാർക്കാട് ഹൈവേക്ക് ഏകദേശം നടുവിലായിട്ടാണ് ഈ കരിമ്പ പനയമ്പാടം ഭാഗമുള്ളത്. ആശുപത്രിയിലേക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ട്. പക്ഷേ സാഹചര്യം ഒരു ഇത്തിരി ഗുരുതരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആർഷോ, ആരോടെങ്കിലും സംസാരിച്ചു? ഇപ്പൊ 2 കുട്ടികളുടെ കാര്യം സീരിയസ് ആണെന്ന് പറയുന്നു. കാരണം ആ ലോറി കാണുമ്പോൾ തന്നെ അതിന്റെ മുൻഭാഗം മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. സിമന്റ് ആണ്, അത്രയും വെയിറ്റ് ഉണ്ടല്ലോ അതാണ് വീണിട്ടുള്ളത്. കുട്ടികളാണല്ലോ. അതെ, അവിടെ ബന്ധപ്പെട്ട ഘട്ടത്തിലൊക്കെ ഒന്നും പറയാൻ വേണ്ടി കഴിയുന്നൊരു നിലയില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അവിടുന്ന് വിവരം ലഭ്യമായിട്ടുള്ളത്. പരമാവധി അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം പരമാവധി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർഷോ, അപ്പം ഇത് സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ ഇത്? അതായത് നിരന്തരം അപകടം ഉണ്ടാകുന്ന കുറച്ച് വലിയ ഒരു വളവ്, ഇറക്കത്തോട് കൂടിയുള്ള വളവുള്ള ഒരു പ്രദേശമാണ്. ഇതിനു മുൻപ് നിരന്തരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ഈ സമീപത്താണ് പാത വികസനം ഉണ്ടായിട്ടുള്ളത്. അവിടെ വീതി കൂട്ടുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായപ്പോൾ പരമാവധി അപകടം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യമൊക്കെ ആ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യുന്ന നില ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു നിലയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അമിത വേഗത്തിൽ ആ ഒരു വളവിലൂടെ വണ്ടി വരുന്ന ഘട്ടത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയാത്ത നിലയിലാണ് റോഡിന്റെ ആ ഒരു ഭാഗം ഉള്ളത്. നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കോഴിക്കോടേക്ക് വരുന്ന ഹൈവേ ആണല്ലേ ഇത്? അതെ, പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ആ വളവ് ഇറങ്ങുന്നിടത്ത് തന്നെയാണ്. അവിടുന്നാണ് നേരെ ഈ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയും. സ്വാഭാവിക സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളായിരിക്കണം. അതെ, ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണെന്നാണ്. അവരെ അത് കൊണ്ടുപോയ ആശുപത്രി അറിയോ ആർഷോയ്ക്ക്? ഇല്ലല്ലേ, ഏത് ആശുപത്രിയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരമില്ല. ആർഷോ എപ്പോ എത്തും അവിടേക്ക്? എത്ര സമയം എടുക്കും ഇനി? വൈകില്ല, പെട്ടെന്ന് എത്തും. ശരി, കുറച്ച് അവിടേക്ക് എത്തിയിട്ട് വിളിക്കാം. ശരി.